വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാറി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ്. 4 സെന്റ് 700 ലിങ്സ് സ്ഥലത്ത് 2260 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും വർക്ക് ഏരിയ സഹിതമുള്ള ഒരു വിശാലമായ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും വാൾ ടൈലും കൂടാതെ സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4.2 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. 8ഓളം വീടുകളുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിന്റെ 2 വീടുകളാണ് സെയിലിനായിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡിലായിട്ട് തിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കുകളും കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വൈറ്റ് കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ അത്യാവശ്യം നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ സ്ക്വയർ ടോപ്പ് ഡിസൈനും വരുന്നുണ്ട്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ടോപ്പ് ഡിസൈനിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗേറ്റിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. കൂടാതെ ഗേറ്റിൻ്റെ പില്ലറിനോട് ചേർന്ന് തന്നെ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടുകൾ വിരിച്ച് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ കിഴക്ക് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. 17 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ കൊടുത്താണ് വന്നിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 10.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ ഫ്രണ്ട് എലിവേഷൻ ബേസ്മെന്റിൽ സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ ഇവിടെയും നമുക്ക് ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ എല്ലാം തന്നെ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടൊരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയയുടെ ഡോറാണ് നമ്മൾ കാണുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7.5 അടിയോളം നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറിൻ്റെ ഹാഫ് പോർഷനിൽ ടെക്സ്ചർ പെയിൻറ് വർക്കുകളാണ് വന്നിരിക്കുന്നത്. ഒരു 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വോളിലായി മനോഹരമായ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഭംഗിയുള്ള 2 ഹാൻഡിലിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അകത്ത് നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്താണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയാണ് വന്നിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഒരു വലുപ്പമുള്ള കോർണർ സോഫ തന്നെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു കോഫി ടേബിളിനുള്ള സ്പേസ് വരുന്നുണ്ട്. TV യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ധാരാളം ഡക്ക സ്പേസും വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡക്ക സ്പേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഈ TV യൂണിറ്റിന് മുകളിലായിട്ട് പാനലിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ടും മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ബാക്ക് സൈഡും ഈ സൈഡ് വോളും എല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് വലുപ്പമുള്ളൊരു മിററും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഇവിടെയെല്ലാം തന്നെ സീലിംഗ് വർക്ക് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു ഡക്കർ യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഈ സ്പേസിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് സീലിംഗ് വർക്കുകൾ വരുന്നത് വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പൂജാ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഡക്കർ സ്പേസ് കൊടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടും ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ തന്നെ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ലഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് 2 മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഡക്കർ സ്പേസും വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തിലേക്ക് 2 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കിൻ്റെ ഓടൊപ്പം തന്നെ ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ബോക്സി ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. 24 അടിയോളം നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഇവിടെ 8 വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. 2 പവർ പോയിന്റുകളും വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും മെഷീൻ്റെ ഡോറൊക്കെ കൊടുത്ത് താഴത്തെ പോർഷൻ മെറ്റൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് മെഷാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെയായിട്ട് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ലൈറ്റും നാച്ചുറൽ ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് കാറ്റും ലഭിക്കുന്നതാണ്. ചൂട് ഈ ഒരു സ്പേസിൽ നമുക്ക് അനുഭവപ്പെടത്തില്ല. കൂടാതെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 11 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് ടേബിളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ ഡൈവാട്ടറും വാട്ടർ ക്ലോസറ്റുമാണ് വരുന്നത്. വാൾ മൗണ്ട് ആയിട്ടാണ് വാട്ടർ ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ ഡൈവേർട്ടറും വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും എംഎസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ പോകുന്നത്. കൂടാതെ സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായിട്ട് ഡക്കർ സ്പേസ് നൽകി സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ലാൻഡിങ്ങിനോട് ചേർന്ന് ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായിട്ടും ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലാണ്. 15 അടിയോളം നീളവും 14 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്.
ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ആ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെയായിട്ട് നടത്താനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. താഴെയും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലും സൈഡ് വാളിലൊക്കെ പാനലിംഗ് വർക്കൊക്കെ ചെയ്താണ് ഈ ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു പോർഷനിലെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് കോമൺ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഡെക്ക സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു TV യൂണിറ്റും റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിനും ഫാമിലി ലിവിംഗ് സ്പേസിനും ഈ ഒരു TV യൂണിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് വരുന്ന ബാൽക്കണി. ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്ട്രക്ചറിൽ തന്നെയാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ പാനലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു സീലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾഡും മാറ്റ് ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ ഡൈവാട്ടറും വാട്ടർ ക്ലോസറ്റുമാണ് വരുന്നത്. വാൾ മൗണ്ട് ആയിട്ടാണ് വാട്ടർ ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു ലാപ്ടോപ്പ് ടേബിളും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ ഡൈവേർട്ടറും വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി വരുന്ന ഈ ഒരു യൂട്ടിലിറ്റി റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിളും ഒരു ബുക്ക് ഷെൽഫും ഒക്കെ നൽകിയിട്ടുണ്ട്. ബാൽക്കണിയിലേക്കുള്ള ഡോറിൻ്റെ ഈ ഒരു പോർഷനിൽ ഗ്ലാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അകത്തു നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 16 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിൽ സ്ക്വയർ ടോപ്പ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, ഇൻഫ്രാ ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 12 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് 700 ലെക്സ് സ്ഥലത്ത് 2260 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.